ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി പോകാൻ ഒരു 1 വീക്കിലേക്കുള്ള ഷോപ്പിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. മോറിസൺസിൽ അത്യാവശ്യം കഴിക്കാനായിട്ട് ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ. അപ്പം എല്ലായിടത്തും കിട്ടുന്ന ഒരേ പച്ചക്കറികളും ഒരേ സാധനങ്ങളും തന്നെ അല്ലേ നമ്മൾ വിചാരിക്കും. പക്ഷേ ഓരോ സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോഴും കഴിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റിയോ ടേസ്റ്റിലോ എന്തൊക്കെയോ വ്യത്യാസമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടെ വേറുള്ളവർക്കൊക്കെ അത് ഫീൽ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ കയറുമ്പോൾ ചെല്ലുന്നൊരു സ്ഥലമാണ് റെഡ്യൂസ്ഡ് ക്ലിയർ. അതായത് ഇന്ന് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ എക്സ്പയറി കഴിയുന്ന സാധനങ്ങൾ അവരുടെ അടുത്ത് പുറത്തിടും റെഡ്യൂസ്ഡ് ക്ലിയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു തോമരപ്പയറോ അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞിട്ടൊരു സൈസ് പയർ, അതെന്ത് പയർ എൻ്റെ പേര് എനിക്കറിയില്ല, എന്തായാലും ആ പയറിൻ്റെ 2 പാക്കറ്റ് എടുത്തായിരുന്നു കേട്ടോ. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ തോരൻ വെക്കാമെന്ന് വിചാരിച്ച് അവിടെ നമ്മൾ മാംഗോയുടെ സ്ഥലത്ത് പോയി നോക്കിയായിരുന്നു കേട്ടോ. മാംഗോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം കഴിക്കാൻ പാകത്തിനുള്ള മാംഗോസ് ഉണ്ടായിരുന്നു. അതിന് 85 pence എങ്ങാണ്ടായിരുന്നു ഒരു മാംഗോയുടെ റേറ്റ്. അതായത് നാട്ടിൽ ഒരു 100 രൂപയുടെ അടുത്തോളം വരും ഇന്നത്തെ റേറ്റ് അനുസരിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ പോയത് പന്നിയുടെ സെക്ഷനിലേക്കാണ്, പന്നി കറി വെക്കാനായിട്ട്. പന്നി അത് അത്ര ഹെൽത്തി ആയിട്ടുള്ള സാധനം നല്ലതെന്നൊക്കെ എല്ലാവരും പറയുന്നത് കേൾക്കും, എന്നാലും ഞാൻ വാങ്ങിച്ചു. അതുകൊണ്ട് ഈ ഇരിക്കുന്നത് പന്നിയുടെ ലിവറാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതുങ്ങളുടെയൊക്കെ കിഡ്നിയോ ബ്രെയിനോ എന്തൊക്കെയോ ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ കാണാറുണ്ട്. അതൊക്കെ ആരാ കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ തപ്പി നടന്ന് നമുക്ക് വാങ്ങിക്കാൻ പാകത്തിനൊരു പന്നി കണ്ടെത്തിയിട്ട് ഒരു 4 pounds നിയർലി ആയിട്ടുള്ളൊരു പന്നിയുടെ ഒരു റോളാണ് ഞാൻ വാങ്ങിച്ചത്. ചിലർ പറയുന്നേക്കാം ഷോപ്പിങ്ങിന് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ വാങ്ങിച്ചവർ പെട്ടെന്ന് ഇറങ്ങി പോരുന്നു. പക്ഷെ ഞാനിങ്ങനെ കുറേ നേരം നടന്ന് നോക്കൂട്ടോ വാങ്ങിക്കാനുള്ള സാധനങ്ങൾ, അതിൻ്റെ വില, അതിൻ്റെ എടുത്തിരിക്കുന്ന സാധനങ്ങളുടെ വിലയും എല്ലാം കമ്പയർ ചെയ്ത് നോക്കിയാണ് ഞാൻ വാങ്ങിക്കാറ്. അപ്പോൾ അടുത്തത് നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലാണ്. പാല് ഞാൻ ഹോൾ മിൽക്കാണ് മിക്കപ്പോഴും തന്നെ വാങ്ങിക്കാറ്. ഹോൾ മിൽക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലത്തേക്ക് മിൽക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഫാറ്റൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള മിൽക്കായിരിക്കും. പിന്നെ ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബട്ടർ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ബട്ടർ എല്ലാത്തിനകത്തും എണ്ണയ്ക്ക് പകരമൊക്കെ ആയിട്ട് ബട്ടർ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സേവേഴ്സിൻ്റെ ഒരു മോര വാങ്ങിച്ചത്. തൈര്, അത് മോര് കറി വെക്കാനായിട്ട് അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഹോം അപ്ലയൻസസ് കൂടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നടന്നു കേട്ടോ. അവിടെ നിന്ന് ഞാൻ ഇവിടുന്ന് ഈ കേക്ക്, ചെറിയ ലോഫ് കേക്ക് പോലത്തെ അങ്ങനത്തെ ഒരു സാധനം ബേക്ക് ചെയ്യുന്നൊരു ബേക്കിംഗ് ട്രേ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അങ്ങനത്തെ ബേക്കിംഗ് ട്രേ നമ്മുടെ വീട്ടിലുണ്ടായില്ല. വല്ലപ്പോഴും തോന്നുമ്പോൾ ചെറിയ ഓരോ കേക്ക് ബേക്ക് ചെയ്തേക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഗ്രേറ്റിങ്ങിനായിട്ടുള്ളൊരു സാധനം നോക്കിയായിരുന്നു. അത് ഭയങ്കര വില കൂടുതലായി തോന്നി ഇവിടെ ബാക്കിയുള്ള കടകളിൽ വെച്ച്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തു. ഓരോ സാധനങ്ങളുടെ റേറ്റ് അതിൻ്റെ അടുത്തടുത്തായിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഈ 1.50 pound 5 pound ആണ് കേട്ടോ ഈ കണ്ണാടിക്ക്. 5 pound എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ആകുമ്പോൾ 1 poundന് 100 രൂപ എന്ന് പറഞ്ഞ രീതിക്കാണ് നമ്മൾ കണക്കൂട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 poundന് 110-112 രൂപയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ നാട്ടിലെ വിലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സങ്കടം വരും. അതുകൊണ്ട് കമ്പയർ ചെയ്യാറില്ല. ഉള്ള UK പൗണ്ട്സ് കിട്ടുന്നു, UK പൗണ്ട്സ് തന്നെ ചിലവാക്കുന്നു. അങ്ങനെ ഒരു രീതിക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതേ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സാലഡ് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് എന്നും പോകുമ്പോൾ ഇവിടെ സാലഡ് ഇരിക്കുന്ന കാണാറുണ്ട് കേട്ടോ. സാലഡിൻ്റെ റേറ്റ്, അത് സ്മോൾ സാലഡ്, മീഡിയം സാലഡ്, ബിഗ് സാലഡ്, അങ്ങനെ ഓരോ പ്ലേറ്റിൻ്റെ സൈസ് അനുസരിച്ച് വിലയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളൊരു മീഡിയം സാലഡായിരുന്നു കേട്ടോ എടുത്തത്. അപ്പോൾ എന്ന് ഇരിക്കുന്ന കാണുമ്പോൾ ഒരു കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിച്ച് വാങ്ങിച്ചതാണ്. പക്ഷേ എല്ലാത്തിനും ടിപ്പിക്കൽ ഇവരുടെ ടേസ്റ്റൊക്കെ തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാലഡിനെന്ന് പറഞ്ഞാൽ 3.25 pounds ആയിരുന്നു കേട്ടോ. പിന്നെ വാങ്ങിച്ചത് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോഴാണെങ്കിലും ഇടയ്ക്ക് ബ്രേക്കിനൊക്കെ പോകുമ്പോൾ സ്നാക്കിങ്ങിനായിട്ടും പിന്നെ വീട്ടിലിരിക്കുമ്പോൾ വിശക്കുമ്പോഴും വെറുതെ അല്ലാത്ത മധുരങ്ങളും സ്നാക്സും കഴിക്കുന്നതിന് പകരം ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. എന്നാൽ അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളിലേക്ക് കൈ പോകും. നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ എപ്പോഴും കൺട്രോളിങ് പറ്റാറില്ല. അപ്പം നമ്മൾ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ച സാലഡിൽ വന്നേക്കുന്നത്. അതിനകത്ത് നൂഡിൽസ് ഉൾപ്പെടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ടിപ്പിക്കൽ പുളിയോ, അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ബീട്രൂട്ടിൻ്റെ ഒരു കളർ കണ്ടാൽ മനസ്സിലാവുന്ന ബീട്രൂട്ടിൻ്റെ ഒരു സാലഡ് എടുത്തായിരുന്നു. അതിനാണെന്ന് തോന്നുന്നത് ഏറ്റവും പുളി. എന്നാലും പൊതുവെ എല്ലാ സാധനങ്ങൾക്കും തന്നെ പുളിയായിരുന്നു. അപ്പോൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ലാത്തത് കൊണ്ടൊന്ന് വാങ്ങിച്ച് നോക്കിയത് എന്തായാലും നന്നായി. ഇനി ആ ഭാഗത്തേക്ക് പോകുമ്പോൾ അങ്ങോട്ട് നോക്കാൻ പോലുള്ള മനസ്സുണ്ടാവും തോന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. നമ്മുടെ ഒരു വീക്കിലേക്കുള്ള ഷോപ്പിങ്ങിന് ഏകദേശം 27 pound ആണ് ആയത്. നാട്ടിൽ 3000 രൂപയേക്കാളും കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമൊക്കെ ആയിട്ടൊന്ന് ഇരിക്കുന്നു വിചാരിക്കുന്നു. നാട്ടിലെ ഇവിടുത്തെ കൂടെ റേറ്റ് നമുക്ക് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം എനിവേ ബൈ.